ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മരുമോളാണ് ഉണ്ടാക്കണത്. ചെറുള്ളി, പച്ചമുളക്, തക്കാളി അരിയുണ്ട്. ഒരു 3-4 തക്കാളി വേണം കേട്ടോ. ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ക്യാരറ്റ് ഒക്കെ ചെറുതായിട്ട് അരിയണം കേട്ടോ. ബീൻസ് നേരാക്കുകയാണ് കേട്ടോ. അടുത്തത് ഇന്നെൻ്റെ മരുമകളാണ് പാചകം. പക്ഷെ അവളുണ്ടാക്കിയാലാണ് ടേസ്റ്റുള്ളൂ. എനിക്ക് അത് അത്രയ്ക്ക് പോരാ. ബീൻസ് അരിഞ്ഞു. ഒരു 3-4 ബീൻസ്, നമ്മുടെ പച്ചപ്പട്ടാണി വെള്ളത്തിൽ കുതിരാനിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 ചെറുള്ളി. നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കണം. പിന്നെ പട്ട, ഗ്രാമ്പു, മസാലകൾ അത് മുഴുവനായിട്ട് ഇടുക ചെയ്യുക. പൊടിക്കില്ല കേട്ടോ അവൾ. ഞാനൊക്കെ പൊടിച്ചിടുക, പക്ഷെ അവൾ പൊടിക്കില്ല. എണ്ണ ഒഴിക്കണം. കുക്കർ വെച്ചു. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഇതാ ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും. ഞങ്ങൾക്ക് നെയ്യിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല. നെയ്യ് അധികം സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ അവളോട് കുറച്ച് ഒഴിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ നെയ്യൊക്കെ ഉരുക്കി ആ എണ്ണയോടെ ഇങ്ങനെ ചേർന്നു. അടുത്തത് നമ്മൾ കണ്ട അതങ്ങനെ മുഴുവനായിടുള്ളൂ. കണ്ടില്ലേ, എല്ലാം പെരുംജീരകം, ഒരു പൂവ്, ഇല, പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കായൊക്കെ ഉണ്ട് അതിൽ. കുറച്ചേ ഉള്ളൂ. നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കമ്മിയാക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില, സബോള അതും ഇട്ട് വഴറ്റണം. അപ്പോൾ വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അടിപൊളി മണം വന്നുകൊണ്ടിരിക്കുകയാണേ. ഞാൻ അടുത്തുണ്ട്, പുള്ളിക്കാരി ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളൊന്ന് ചതച്ച പോലെ ആക്കിയിട്ടുള്ളൂ, നല്ല അരച്ചിട്ടില്ല. പക്ഷേ ഇത്തിരി വെള്ളം കൂടിപ്പോയി ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ. അത് നല്ല വഴണ്ട് വരുമ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ്, ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. എണ്ണയിൽ കിടന്നിങ്ങനെ നമ്മൾ എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചതും എണ്ണേൻ്റെ കൂടെ ഇട്ട് നല്ല വഴണ്ട് വരണം. ആ ഇഞ്ചിയുടെ ഇതിലൊക്കെ മണം പോയിട്ടോ. നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ചിക്കൻ പൊടി. ഇത് തമിഴ്നാട്ട് ബിരിയാണിയാണ്. എൻ്റെ മരുമോൾ തമിഴ്നാടുകാരിയാണ്, തടാകം. അപ്പോൾ അവിടുത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ല കാണാൻ. നല്ല വഴണ്ട് കഴിഞ്ഞ് തക്കാളി ഇട്ടു. നല്ലൊന്ന് വെന്തുടഞ്ഞ് വരണം. ലേശം വെള്ളം ഒറ്റിച്ച് കൊടുത്തു കേട്ടോ. ചുടുവെള്ളമാണ്, പച്ചവെള്ളമല്ല. ലേശം, അധികം ഇട്ടിട്ടില്ല. കാരണം ആ തക്കാളിയിൽ നിന്ന് നല്ല വെന്തുടയണ്ടേ, അതിന് വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് തക്കാളിയൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞു. ഒരു 1-2 പീസ് അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കുത്തി ഉടച്ചു കൊടുക്കണം. അടിപൊളിയായില്ലേ, കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. അടുത്തത് നമ്മുടെ പച്ചപ്പട്ടാണി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ക്യാരറ്റ്, ബീൻസും അതും കൂടെ ഇട്ടു. ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആഹാ, അടിപൊളി മണം. നല്ല ഇളക്കി എല്ലാത്ത മസാലൻ്റെ കൂടെയൊക്കെ യോജിച്ച് നമ്മൾ വെള്ളം, അരി എത്ര നമ്മൾ അളന്ന് വെച്ച അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് അളന്ന് വെച്ചിട്ടുണ്ട്.
കുറച്ചും കൂടി ഉപ്പ് ഇടണം കേട്ടോ. അപ്പോഴേ കുറച്ചല്ലേ ഇട്ടുള്ളൂ. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് പാകത്തിന്. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. ആ വെള്ളം അങ്ങനെ നല്ല തിളക്കണം. എൻ്റെ മരുമകൾ ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ തിളയ്ക്കണം. കുറച്ച് നേരം ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. കാരണം അതിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. 2 ഗ്ലാസ് അരിയാണ്. വലിയ ഗ്ലാസ് ഇട്ടോ, ചെറിയ ഗ്ലാസ് അല്ല. നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവില്ലേ ഈ ഹോട്ടലിലൊക്കെ നീളത്തിലുള്ളത്, അതിൽ 2 ഗ്ലാസ് അരിയാണ് നിറച്ചാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും അത്. ഇനി നമ്മളത് നല്ല അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. അരി ഇട്ട് കഴിഞ്ഞ് നല്ല ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ അരിയിലെല്ലാം അതിൻ്റെ മസാലകളും ഉപ്പും എല്ലാം പിടിക്കണ്ടേ. കാണാൻ നല്ല ചന്തണ്ടല്ലേ. തിളച്ച് വരണം. നമ്മൾ കുക്കറാണെങ്കിലും നമ്മൾ പെട്ടെന്ന് അടച്ച് വെക്കാൻ പാടില്ല. ഇങ്ങനെ അരിയിട്ട് തിളച്ച് അതുപോലെ വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടുകയുള്ളൂ. നല്ല അരി തിളച്ചില്ലേ. നമ്മളതിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കും. ഉണ്ടോ? കുറച്ച് അതായത് നമ്മുടെ ഒരു കൈയളവ് അത്രേ ഉള്ളൂ. സ്പൂണിലൊന്നും അളന്നിട്ടില്ല. നമുക്കൊരു അളവുണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുക. അവൾ വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട്. അവൾക്ക് അങ്ങനെ ഒരു അളവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ എല്ലാവർക്കും വയ്ക്കുക. പക്ഷെ ഇനി നമ്മൾ അടച്ചു കൊടുക്കണം കേട്ടോ. ഇനി വിസിൽ നമ്മൾ കറക്റ്റായിട്ട് അടച്ചു കൊടുക്കുകയാണ്.